ഒരു നോർത്ത് ഇന്ത്യൻ നൊസ്റ്റാൾജിയ. നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന കാലത്ത് കഴിച്ച അതേ ടേസ്റ്റാണ്. ഒരു മനസ്സ് നിറയുന്ന സുഖം. എല്ലാവർക്കും ഫുഡ്പ്രിന്റ്സിലേക്ക് സ്വാഗതം. ഇത് കഴിച്ച സമയത്ത് പഴയ ഈ കോളേജ് ദിവസങ്ങളിലൊന്നും ഓർക്കാൻ പറ്റി. ഈ ഒരു ഡിഷിനോടിൽ എനിക്കുള്ള വലിയൊരു അറ്റാച്ച്മെന്റ് അതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പറാട്ടയാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളെ ഡിഷസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നത്. ആലു പറാട്ട ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് കറക്റ്റാകത്തെയാണ്. അതെപ്പം കറക്റ്റാവുന്നോ അന്നേരമാണ് അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പെർഫെക്റ്റ് ഒരു ആലു പറാട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു 8-9 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറക്കാൻ കൂട്ടാൻ ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു ഏകദേശം 20 ആലു പൊറോട്ട സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2-3 ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഇനി ബെസ്റ്റ്. ഒരു 7-8 വെളുത്തുള്ളികൾ എടുക്കാം നമുക്ക്. അതിന് ഒരു ചെറുതായിട്ട് അരിഞ്ഞിടുക. 2 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞ പച്ചമുളകുകൾ ഒരു 3 എണ്ണം, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, അതൊരു ഓപ്ഷനിലാണ്, വേണ്ടിക്കൽ യൂസ് ചെയ്യാം, 1/2 ടീസ്പൂൺ ജീരകം, പശു നെയ്യ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 5-6 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ഏകദേശം ഒരു 20 ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അതിനൊന്ന് ചേഞ്ച് ആക്കാം. ഒരു പാത്രത്തിൽ 5-6 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അത് ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനൊന്ന് ഉപ്പ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ആക്കുന്നത് നല്ലത്. ഏറ്റവും ബെസ്റ്റ് ചൂടുവെള്ളം കൊണ്ട് മിക്സ് ആക്കുന്നതാണ്. ചൂടുവെള്ളം കൊണ്ട് മിക്സ് ആക്കുന്ന സമയത്ത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഇതിനൊന്ന് മിക്സാക്കി എടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് നമുക്കിതിനെ അടച്ചു വെക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ പിന്നെ യൂസ് ചെയ്യൂ. അപ്പോൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കതിനൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3-4 വിസിൽ വന്നതിന് ശേഷം നമ്മളിതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് വേണ്ടത് നമുക്ക് കുക്ക് ചെയ്തിട്ട്. അധികം കൂടുതൽ കുക്കായി പോകണ്ട, ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ വാട്ടർ കണ്ടന്റ് വരുമ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയിടാം. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിടുന്നതാണ്. വേറൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം ഇതിനെ നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഈ ഉരുളക്കിഴങ്ങുകൾ മാഷ് ചെയ്യുന്ന സമയത്ത് പരമാവധി തടിച്ച പീസുകൾ ഇല്ലാണ്ട് നിൽക്കാൻ നോക്കുക. എല്ലാം നല്ലോണം മാഷ് ചെയ്താൽ മാത്രമാണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതും കീറില്ലാത്ത രീതിയിൽ ഈ ഗോതമ്പ് മാവ് നല്ലോണം പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ടതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം ഒന്ന് ചെറുതായിട്ട് വറുത്ത് വരുമ്പോൾ പച്ചമുളക് കണ്ടിച്ചത് അതിലേക്ക് ഇടാം. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ.
അതിലേക്കൊരു ആവശ്യത്തിന് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഇതിനൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇനി അടുത്ത സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഉള്ളി നമുക്ക് വേണ്ട രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്കൊന്ന് ചേർക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്കൊന്ന് ചേർക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇടാം. അതൊരു ഓപ്ഷണലായിട്ട് ഇടുന്നതാണ്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. എല്ലാ മസാലകളെയും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വന്ന ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങിന് നല്ലോണം ഈ മസാലയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. അപ്പം അതിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് മല്ലിയില ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ആട്ടേൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മാറ്റി വെച്ച ഈ ആട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങെടുക്കാം. ഇതുപോലെ ആട്ടേന നല്ല ഉരുട്ടി ഉരുട്ടി വെക്കേണ്ടതാണ്. നമ്മൾ അടുത്ത സ്റ്റേജാണ് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മസാല ഫില്ല് ചെയ്യുന്നത്. ആട്ടേൻ്റെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉണ്ടയുണ്ടല്ലോ, അതെടുത്ത് അതിനൊരു ചെറിയൊരു കപ്പ് പോലെ ആക്കി എടുക്കും, ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് മസാല ചെറുതായിട്ട് എടുത്തിട്ട് മസാലയും ഇതേപോലെ തന്നെ ഉരുട്ടിയിട്ട് അതിലിട്ട് മേലെ നമ്മൾ അതിനെ പാക്ക് ചെയ്തെടുക്കും. അപ്പോൾ മേലെ ഭാഗത്ത് നമ്മളെപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മസാല ഉള്ളിൽ വെച്ച് മേലെ ടോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ആട്ടേൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്കിയുള്ളത് എടുത്ത് കളഞ്ഞിട്ട് പെർഫെക്റ്റായിട്ട് മേലെ ക്ലോസ് ചെയ്യുന്ന പോലെ വേണം. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ടാണ് നമ്മൾ അതിനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഡ്രൈ പൗഡറിൽ ഇട്ടിട്ടൊന്ന് അതിനെ സെറ്റാക്കി എടുത്ത് നമ്മളിതിനൊന്ന് പരത്തിയെടുക്കുന്നതാണ്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആലു പൊറോട്ട നമുക്ക് പരത്തി കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് പൊട്ടാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് വലിപ്പത്തിലാക്കുക. അതിൻ്റെ ഒരു മാക്സിമം വലിപ്പം ഏകദേശം കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ നമുക്ക് പാനിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് ഈ പരത്തി വെച്ച ആലു പൊറോട്ട ഇടുകയാണ്. മറിച്ചിട്ടരം കണ്ടോ നിങ്ങൾ? ആദ്യത്തെ പോർഷൻ നമ്മൾ ഏകദേശം ഈ ഒരു രീതിയിൽ കുക്കായി കഴിഞ്ഞാലാണ് ഇതിനൊന്ന് തിരിച്ചിടേണ്ടത്. തിരിച്ചിട്ടതിന് ശേഷം നമ്മളെ ഗീ ഉണ്ടല്ലോ, അതായത് പശു നെയ്യ്, അത് ഇതിൻ്റെ മേലെ ഒന്ന് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്രഷ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിൻ്റെ ബോട്ടം കുറച്ചൊന്ന് കുക്കായി വരും. ഈ പശു നെയ്യ് തന്നെ പുരട്ടുന്നതാണ് ഏറ്റവും ഈ സ്മെല്ലും ടേസ്റ്റും കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണയോ ഓയിലോ ആക്കുന്നതിനെക്കാട്ടി നല്ലത് എപ്പോഴും ഈ ഗീ അല്ലെങ്കിൽ പശു നെയ്യ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനൊന്നും കൂടി മറിച്ചിടുക.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം ആയ പോലെ തന്നെ ഈ ഒരു പോർഷനും കുക്കായിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു പശു നെയ്യ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും മറിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇതിനൊന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ മസാല നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പൊന്തി വരുന്നതാണ് ആലു പൊറോട്ട. അധികം ഡാർക്ക് കളറാകാത്ത രീതിയിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ഇപ്പൊ ഏകദേശം നമ്മുടെ ആലു പൊറോട്ട കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ എടുത്തിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ഇടാം. അപ്പം ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആലു പൊറാട്ട. ഇത് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്, പെർഫെക്റ്റ് രീതിയിലായിട്ടുണ്ട്. നമ്മൾ 20ഓളം പൊറോട്ട ഉണ്ടാക്കിയതിന് അതിൽ എല്ലാം ഇതേപോലെ പെർഫെക്റ്റ്ലി ഉള്ളിൽ ഫില്ലായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ഇത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം.